ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ഇന്ന് DM വാട്ടറിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കൂട്ടുകാർ നമുക്ക് യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടാണെങ്കിലും കോളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി എന്തിനാണ് നമ്മൾ DM വാട്ടർ യൂസ് ചെയ്യുന്നത്, DM വാട്ടറിന് പകരം നമുക്ക് ബാറ്ററി വാട്ടർ യൂസ് ചെയ്യാമോ, DM വാട്ടർ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ സോപ്പിന് കട്ടി കിട്ടാനും അതുപോലെ തന്നെ പതയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ DM വാട്ടർ യൂസ് ചെയ്യുന്നത്, ഷാമ്പു ഫേസ് വാഷ് ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ DM വാട്ടർ ആഡ് ചെയ്തില്ല എന്ന് വെച്ച് കുഴപ്പമുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കമൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എന്താണ് DM വാട്ടർ എന്നുള്ളതും അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, അതും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങോട്ട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് DM വാട്ടർ എന്ന് നോക്കാം. DM വാട്ടർ എന്ന് പറയുന്നത് ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നാണ്. ഇതാണ് കേട്ടോ DM വാട്ടർ വരുന്നത്. കാണുമ്പോൾ സാധാ നമ്മുടെ പച്ചവെള്ളമൊക്കെ മാതിരിയാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മളിത് ഡ്രിങ്കിങ്ങിനായിട്ട് യൂസ് ചെയ്യത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് അതുപോലെ സിങ്ക് കോപ്പറൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ DM വാട്ടർ കോസ്മെറ്റിക് ഐറ്റംസിലേക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ pH ബാലൻസ് ചെയ്യാനായിട്ടും ഈ ഒരു DM വാട്ടർ യൂസ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു DM വാട്ടർ നമ്മളുടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് സിങ്ക് മിനറൽസ് കോപ്പർ എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ ഈ ഒരു വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് ബാറ്ററി വാട്ടറൊക്കെ യൂസ് ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വാട്ടർ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതുപോലെ നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ DM വാട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. നമുക്കിത് കെമിക്കൽ ഷോപ്പിൽ നിന്ന് അതുപോലെ തന്നെ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഓൺലൈനായിട്ടാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പല കമ്പനിയുടെ പല റേറ്റിൽ പല ക്വാളിറ്റിയിലുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. പല വീഡിയോസിൽ നമ്മൾ DM വാട്ടർ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ DM വാട്ടർ എന്ന് പറയുന്നത് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള മിനറൽസ് സിങ്ക് കോപ്പർ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറിനെയാണ് DM വാട്ടർ എന്ന് പറയുന്നത്. നീരാവി ഉണ്ടല്ലോ, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോ അങ്ങനെ കണ്ടിട്ട് വരാം കേട്ടോ. DM വാട്ടർ മേക്ക് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്താലും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും കേട്ടോ നമുക്ക് ഇത് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കിട്ടുന്ന പ്രൊഡക്റ്റ് വളരെ കുറവായിരിക്കും, ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് സാധാ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്, കിണർ വെള്ളമാണ്. അത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ml ഒഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം മുഴുവനായിട്ടും ആ ഒരു ചെരുവത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എടുത്തിരിക്കുന്ന ചെരുവത്തിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് ആ ഒരു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിങ്ങിൻ്റെ മുകളിലായിട്ട് വേറൊരു പാത്രം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു DM വാട്ടർ വന്ന് വീഴാനുള്ള പാത്രം ആ ഒരു റിങ്ങിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ആ ഒരു പാത്രം വെള്ളത്തിൽ കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ള പാത്രവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലായിരിക്കും കേട്ടോ നമ്മുടെ DM വാട്ടർ വന്ന് വീഴുന്നത്. ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ആ ഒരു വെള്ളം ചൂടാക്കണം. ചൂടാക്കിയ ഒരു നീരാവിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് വന്ന് വീഴാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിന് മുകളിലേക്കായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്രം നമ്മൾ കമഴ്ത്തി മൂടരുത്, ഇതുമാതിരി മൂടരുതെന്നാണ് പറഞ്ഞത്. മലർത്തി വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പാത്രം മലർത്തി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേക്കായിട്ട് ഐസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഐസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ടാലും മതിയാവും കേട്ടോ.
അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റിൻ്റെയൊക്കെ അടുത്തൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം കൂട്ടി ഒരു കാരണവശാലും വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച ഒരു പാത്രം ചിലപ്പോൾ ആ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആ ഒരു ഐസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. മെൽറ്റായിരിക്കണ ഐസെല്ലാം ഇവിടെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും വെള്ളം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പതിയെ നമുക്ക് ആ ഒരു മൂടി മാറ്റി നോക്കാം കേട്ടോ. കൈയൊന്നും പൊള്ളാതെ പതിയെ വേണം മാറ്റാനായിട്ട്. അങ്ങനത്തെ നമ്മുടെ ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലായിട്ട് ഇതേ കണ്ടോ, കുറച്ച് വെള്ളം ഇരിക്കണം കണ്ടോ. ഇതാണ് DM വാട്ടർ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ DM വാട്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കേട്ടോ DM വാട്ടർ നമ്മൾ വീട്ടിൽ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് എന്തോരമാണ് കിട്ടിയേക്കണേന്നൊക്കെ ഉള്ളത്. ഏകദേശം നമ്മൾ 10-20 മിനിറ്റിന് ശേഷം വെയിറ്റ് ചെയ്തപ്പോൾ കിട്ടിയേക്കണ ഒരു ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ ഒരു DM വാട്ടർ. അപ്പോൾ ഇതിനേക്കാളും വലുപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു സമയം കളയണ നേരം മതിയല്ലോ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ മേടിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോഴും ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു DM വാട്ടർ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു വെയ്പ്പ് മെഷീൻ വെച്ചിട്ടുണ്ട്, അതിന് മുകളിലേക്ക് ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോട്ടിലോട്ടാണ് നമ്മുടെ ആ ഒരു DM വാട്ടർ നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ മേക്ക് ചെയ്തെടുക്കണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ DM വാട്ടർ മേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 60 ml അടുത്താണ് കേട്ടോ ഈ ഒരു DM വാട്ടർ കിട്ടിയിരിക്കുന്നത്. നമുക്കിത് സോപ്പ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഷാമ്പു, ഫേസ് വാഷ് അതൊക്കെ ഉണ്ടാക്കുമ്പോഴും യൂസ് ആക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിൽ വേറെ പ്രിസർവേറ്റീവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ DM വാട്ടർ എന്ന് പറയുന്നത്. വീട്ടിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റണമെന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയാണ് കാണിച്ചു തന്നത്. റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാ വാട്ടർ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. സാധാ വാട്ടറൊക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആര്യവേപ്പ് മിക്സിയിലിട്ട് അരച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ വെള്ളം ചേർക്കുക, സാധാ വെള്ളം ചേർക്കുക എന്നുള്ളത്. അങ്ങനെ വെള്ളം ചേർത്ത് സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ആ സോപ്പിൽ ഇങ്ങനെ പൂപ്പൊരു മാതിരിയൊക്കെ വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ DM വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇത് സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിന് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ശരിയായോ ശരിയായില്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.